വ്യാജ ഡീസൽ, ബയോഡീസൽ എന്ന പേരിൽ വിൽപ്പന നടത്തുന്ന കശ്മലന്മാർ പിടിയിൽ. ഓർമ്മയുണ്ടോ? ഒക്ടോബർ 24, 2024 നടന്ന തോറെ ദെൽ ഓറോ, അതായത് തൃശ്ശൂരിലെ ഒരു സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് തന്നെ ഒറ്റ ദിവസം കമേഴ്ഷ്യൽ ഇൻ്റലിജൻസിൻ്റെ 700-ലധികം ഉദ്യോഗസ്ഥർ ചേർന്ന് ഒറ്റ ദിവസം നടത്തിയ റെയ്ഡിൽ തന്നെ അക്കൗണ്ടഡ് അല്ലാത്ത 104 കിലോ സ്വർണം ഒറ്റ സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് കണ്ടെടുത്ത സംഭവം. അത് നമ്മളുടെ ഖാലിയായ ഖജനാവിലേക്ക് ഏതാനും കോടികളെങ്കിലും കൊണ്ടുവരും എന്നതിന് യാതൊരു സംശയവുമില്ല. തന്നെയുമല്ല, ഗോൾഡ് നികുതി വെട്ടീരിൽ വലിയ കുറവ് വരുത്താൻ ആ ഒറ്റ സംഭവത്തിന് ഒറ്റ രാത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടാകും. അതുപോലെ അതിനുശേഷം എന്ത് പറ്റി ഈ കമേഴ്ഷ്യൽ ഇൻ്റലിജൻസിന് പലപ്പോഴും അത്ഭുതപ്പെട്ട് ഓർക്കാറുണ്ട്. കാരണം ഇവിടെ നികുതി വരുമാനത്തിൽ വൻ തിരിച്ചടിയാണ് എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ധനപ്രതിസന്ധിക്ക് ഒരു മാറ്റവും വരുന്നില്ല. ഇതൊക്കെ കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഈ കമേഴ്ഷ്യൽ ഇൻ്റലിജൻസ് അതിനുശേഷം ഇത്ര ദീർഘകാലം മിണ്ടാതിരിക്കുന്നത് എന്ന അത്ഭുതം കൂറുന്ന സമയത്താണ് ദാ വരുന്നു. അതായത് എങ്ങനെയാണ് വ്യാജ ഡീസൽ, എന്ത് പേരിലാണ്? ബയോഡീസൽ എന്ന പേരിൽ വ്യാജ ഡീസൽ വിൽപ്പന നടത്തുന്നു. എങ്ങനെയാണ് ഈ വ്യാജ ഡീസൽ നിർമ്മിക്കുന്നത്? നമുക്കറിയാം, ഓരോ ഫാക്ടറികളിലും അവിടെ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന എണ്ണ അവശിഷ്ടം, ആ വരുന്ന എണ്ണ അവശിഷ്ടത്തെ, അതായത് അന്ന് 700 പേരാണ് ഈ തോറെ ദെൽ ഓറെ, അതായത് ഗോൾഡ് ഓപ്പറേഷന് പോയത് എങ്കിൽ ഇപ്പോൾ 400-ലധികം പേരാണ് ഈ വ്യാജ ഡീസൽ ഓപ്പറേഷന് ഇറങ്ങിയത്. അവര് ഏതൊക്കെ ജില്ലകളിലാണ്? അപ്പൊ ഇനിയും ജില്ലകൾ താണ്ടാൻ ഉണ്ട്, ഇനിയും ഓപ്പറേഷൻ ഉണ്ടാകും. ഏതൊക്കെ ജില്ലകളാണ്? മലപ്പുറം ജില്ല, കൊല്ലം, പാലക്കാട്, ഈ 3 ജില്ലകളിൽ ഏകദേശം 40 ലൊക്കേഷൻസിൽ 40ഓളം സ്ഥലങ്ങളിലാണ് അവര് ഇങ്ങനെ പരിശോധന നടത്തി ഇത് കണ്ടെത്തുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ വ്യാജ ഡീസൽ, ബയോഡീസൽ എന്ന് പറഞ്ഞ് വിൽക്കുന്ന വ്യാജ ഡീസലിന്റെ നിർമ്മിതി ഏത് തരത്തിലാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. കടുത്ത പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയുള്ള വസ്തുവിനെയാണ് ഇങ്ങനെ ബയോഡീസൽ എന്ന രീതിയിൽ മനുഷ്യരെ പറ്റിച്ച് സൃഷ്ടിക്കുന്നതും. അത് ഏകദേശം, എന്നിട്ടും ഇത്തിരി വില കുറച്ചാണ് കൊടുക്കുന്നത്. സാധാരണ ഡീസലിന്റെയും പെട്രോളിന്റെയും വിലയിൽ നിന്ന് കുറച്ച് വില കുറച്ച് കൊടുക്കും. അപ്പൊ ഇഷ്ടം പോലെ ആൾക്കാർ ഇത് തേടി വരും. അങ്ങനെ വൻ ലാഭം ഉണ്ടാക്കുക, അതാണ് ഇത്തരക്കാരുടെ ആഗ്രഹം. അപ്പൊ എങ്ങനെയാണ് ഈ വ്യാജ ഡീസൽ നിർമ്മിക്കുന്നത്? യഥാർത്ഥ ഡീസലും വ്യാവസായിക ഉപയോഗത്തിന് ശേഷം ബാക്കി വരുന്ന അവശേഷിക്കുന്ന, അത് അവശിഷ്ടമായി വരുന്ന എണ്ണ, അത് പല സോഴ്സിലുള്ള എണ്ണയുണ്ടാകാം, കപ്പലുകളിൽ ഉപയോഗിക്കുന്ന എണ്ണ, അങ്ങനെ എവിടെയൊക്കെ അവശേഷിപ്പായി വരുന്ന എണ്ണയുണ്ടോ, എനിക്ക് തോന്നുന്നു നമ്മൾ ചിപ്സ് വറുത്തു കോരുന്ന എണ്ണ പല പ്രാവശ്യം ആവർത്തിച്ച് വറുത്തുകോരി പിന്നെ ഒന്നിനും കൊള്ളാതെ കളയുന്ന എണ്ണയും ഇതുപോലെ സംഭരിച്ചു വെച്ച് ഈ വ്യാജ ഡീസലിന്റെ നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കുന്ന എണ്ണയാണ് ബയോഡീസൽ എന്ന് പറഞ്ഞ് വിൽപ്പന നടത്തുന്നത്. അപ്പൊ ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഇത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നുവോ അവിടെയൊക്കെ എല്ലാത്തര പ്രശ്നങ്ങളും സൃഷ്ടിക്കാൻ, അതായത് നമ്മൾ കാറുകളിലോ മറ്റ് സ്കൂട്ടറിലോ എവിടെ ഉപയോഗിക്കുന്നോ അതിൻ്റെയൊക്കെ മെഷീൻസിന് കേട് സംഭവിക്കുക, അങ്ങനെ പരിസ്ഥിതിയെ എല്ലാ തരത്തിലും എന്താ പറയുക ബലക്ഷയപ്പെടുത്തുക, അപകടകരമാക്കുക, ഇതിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ വ്യാജ ഡീസൽ. ഇതിനെയാണ് ബയോഡീസൽ എന്ന് പറഞ്ഞ് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡീസലാക്കി വില കുറച്ച് എന്ന് പറഞ്ഞാൽ നോർമൽ ഡീസലിന്റെ വിലയിനേക്കാൾ 1-2 രൂപ കുറച്ച് കൊടുക്കുന്നു. അങ്ങനെ ഇവർ വൻ ലാഭം ഉണ്ടാക്കുന്നു. പിന്നെ നികുതി വെട്ടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ നികുതി വെട്ടിയത് കണ്ടെത്താനും ഇങ്ങനെ ബയോഡീസൽ എന്ന പേരിൽ വ്യാജ ഡീസൽ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നു എന്നറിഞ്ഞത് പരിശോധിക്കാനുമാണ് കമേഴ്ഷ്യൽ ഇന്റലിജൻസ് ഇതിനായിട്ട് പുറപ്പെടുന്നത്. ആ പുറപ്പെടലിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ കേരളത്തിന്റെ ഖജനാവിലേക്ക് തന്നെ എന്തുമാത്രം വരുമാനം വരേണ്ടതാണ് ഇവർ വഴിയായിട്ട്, ഈ വ്യാജ ഡീസൽ വിൽപ്പനക്കാർ വഴിയായിട്ട് അടഞ്ഞു പോകുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതായത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഈ വ്യാജ ഡീസൽ, പെട്രോൾ, അതായത് ഇന്ധനം GSTയിൽ പോയിട്ടില്ല. അതിപ്പോഴും സംസ്ഥാന ഗവൺമെന്റുകൾ തന്നെയാണ് നിയന്ത്രിക്കുന്നത്.
അപ്പം സംസ്ഥാന ഗവൺമെന്റുകൾ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ തനതു വരുമാനം കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു 20-25% ഡീസൽ പെട്രോൾ, അതായത് ഇന്ധന വിൽപ്പനയിൽ നിന്ന് കിട്ടുന്ന നികുതിയാണ് നമ്മുടെ തനതു നികുതി വരുമാനത്തിന്റെ 20-25%. ആ 20-25% വരുന്ന, അതായത് ഒരു വലിയ ഭാഗമായ, അതിനേക്കാൾ കൂടുതൽ നികുതി വരുമാനം കിട്ടുന്ന ഒരേ ഒരു സോഴ്സാണ് നമുക്കുള്ളത്, അത് നമ്മുടെ മദ്യവിൽപ്പനയാണ്. അപ്പൊ ഈ ഇന്ധന വിൽപ്പന വളരെ പ്രധാനപ്പെട്ട ഒരു വരുമാന സോഴ്സാണ് കേരളത്തിന്റെ. എല്ലാ സംസ്ഥാനങ്ങളുടെയും, അതെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ എന്ന് പറയാൻ കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെ ഉള്ള ശരാശരി വെഹിക്കിൾസിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ് കേരളത്തിലുള്ള വെഹിക്കിൾസിന്റെ എണ്ണം. കൂടുതൽ വെഹിക്കിൾസ് ഉണ്ടെങ്കിൽ കൂടുതൽ ഇന്ധനം ചെലവാകുന്നു, കൂടുതൽ നികുതി വരുമാനം ഉണ്ടാകുന്നു. അങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് കേരളത്തിന്റെ വെഹിക്കിൾ ഡെൻസിറ്റി എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വെഹിക്കിൾ ഡെൻസിറ്റി ഉള്ള കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വരുമാന സോഴ്സിനെയാണ് ഈ കാപട്യക്കാർ, അതായത് ബയോഡീസൽ എന്ന് പറഞ്ഞ് വ്യാജ ഡീസൽ വിൽപ്പന നടത്തി മനുഷ്യരെ പറ്റിക്കുന്നു. അതുപോലെ ഇത്, അതായത് കടൽ തീരങ്ങളിലൊക്കെ ഉള്ള ഗ്യാസ് സ്റ്റേഷനുകളിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് വിറ്റുപോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പം അതായത് പെട്ടെന്ന് പിടിക്കപ്പെടില്ല എന്ന് ധൈര്യമുള്ള മേഖലകളിലൊക്കെ ആയിരിക്കും ഇത് കൂടുതലായിട്ടും, അതുപോലെ കൂടുതൽ പെട്ടെന്ന് പറ്റിക്കാമെന്ന് വിശ്വാസമുള്ളവരുടെ അടുക്കലൊക്കെ ആയിരിക്കും ബയോഡീസലാണ് എന്ന് പറഞ്ഞ് ഈ വ്യാജ ഡീസൽ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നത്. ഏതായാലും അവരെ 40 ലൊക്കേഷൻസിൽ അവരെ പിടിച്ചത് കൊണ്ട് തന്നെ വലിയ തോതിൽ നമ്മുടെ നികുതി വരുമാനത്തിൽ വർധനവുണ്ടാകും. കാരണം എന്താണ്? ഇവരെ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ വിൽക്കുന്ന സാധനം ഉപയോഗിച്ചിരുന്നവർ പോലും യഥാർത്ഥ ഡീസൽ ഉപയോഗിക്കാൻ തുടങ്ങും. അങ്ങനെ യഥാർത്ഥ ഡീസൽ ഉപയോഗിക്കും. ഇനി ഇങ്ങനെയുള്ള വ്യാജ ഡീസലിലേക്ക് ആരും പോകില്ല. കാരണം അവർക്കറിയാം അവരുടെ വെഹിക്കിൾസിന് വരുന്ന, വണ്ടികൾക്ക് വരുന്ന എല്ലാത്തര പ്രശ്നങ്ങളും വലിയ പരിധി വരെ ഈ വ്യാജ ഡീസൽ സൃഷ്ടിക്കുന്നതാണ്. അപ്പൊ വ്യാജ ഡീസൽ മേടിക്കാതിരിക്കുക, അത് 1-2 രൂപയുടെ ഇളവിന് വേണ്ടിയാണ് ഈ ചതിവിലേക്ക് അവർ പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യാജ ഡീസലിന്റെ ഡിമാൻഡ് ഇതോടെ കുറയുന്നതോടെ നമ്മുടെ ഇന്ധനത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ഖജനാവിലേക്ക് വരുന്ന വരുമാനത്തിൽ വലിയ വർധനവുണ്ടാകും. അപ്പൊ സത്യത്തില് ഇത് വളരെ നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു. എങ്കിലും നമുക്ക് കമേഴ്ഷ്യൽ ഇന്റലിജൻസിന് ഒരു കയ്യടി കൊടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അന്ന് തോറേദൽ ഓറോ നടത്തിയതുപോലെ തന്നെ ഇനിയും സ്വർണ്ണ മേഖലയിൽ, അതുപോലെ തന്നെ ഈ എല്ലാ വ്യാജന്മാരുടെ മേഖലയിലും പിടി വീഴണം എന്ന് തന്നെയാണ് നമുക്ക് ഈ കമേഴ്ഷ്യൽ ഇന്റലിജൻസിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. അതായത് നമുക്കറിയാം, ഡോക്ടർ ഐസക് ധനമന്ത്രി സ്ഥാനത്ത് നിന്ന് പോകുന്നതിന് തൊട്ടടുത്ത നാളിലാണ് വ്യാജ ITCയുടെ പേരിൽ, വ്യാജ ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ പേരിൽ, അതായത് 2021 ITC, വ്യാജ ITC ചമച്ച് GST വെട്ടിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 2020-21 ബജറ്റിൽ നിർമ്മല സീതാരാമൻ പറഞ്ഞിരുന്നു, എല്ലാവരും ആധാർ കാർഡ് വെച്ച് വേണം ITC ക്ലെയിം ചെയ്യാനെന്ന്. അങ്ങനെ ഇരിക്കുകയാണ് ഡോക്ടർ ഐസക്കിന്റെ അവസാന കാലഘട്ടത്തിൽ, അതായത് അദ്ദേഹത്തിന്റെ ധനമന്ത്രി കാലഘട്ടത്തിന്റെ അവസാനം, അദ്ദേഹം ആലുവായിൽ നിന്ന് 5 കോടിയുടെ വ്യാജ ITC, വ്യാജ ആധാർ കാർഡോട് കൂടി പിടിച്ചു. അതിപ്പോഴും അത്തരം കള്ളത്തരങ്ങൾ തുടരുന്നുണ്ടാകാം. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കമേഴ്ഷ്യൽ ഇന്റലിജൻസ് അവരുടെ പ്രവർത്തന പഥം വ്യാപിപ്പിച്ചാൽ കേരളത്തിന് ഖജനാവ് നിറയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഏതായാലും നമുക്ക് ഇവരോട്, അതായത് നമ്മുടെ കമേഴ്ഷ്യൽ ഇന്റലിജൻസിന് ഒരു കയ്യടി കൊടുക്കാം. ഇനിയും ഇതുപോലുള്ള പ്രക്രിയകൾ തുടരട്ടെ. നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് GST കൊണ്ടുവന്നതിന് ശേഷം, അതായത് GST വന്നതോടുകൂടി എന്താണ് സംഭവിച്ചത്? നമ്മുടെ സംസ്ഥാനാന്തര വ്യാപനത്തിന് വേണ്ടി ഉണ്ടായിരുന്ന ചെക്ക് പോസ്റ്റുകൾ, GST വന്നതോടെ ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കിയല്ലോ. അപ്പോൾ ആ ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കിയതിൻ്റെ അനുസരിച്ച് ഒരുപാട് നികുതി വെട്ടീര് നടക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നത് 2017 നവംബറിൽ തന്നെ. അതിൻ്റെ വിങ്ങാണ് നമ്മുടെ കമേഴ്ഷ്യൽ ഇന്റലിജൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇത്തരം കാര്യങ്ങൾ കാര്യക്ഷമമായിട്ട് ചെയ്യുന്നതും. അതുകൊണ്ടാണ് അവർക്കൊരു അപ്ലോസ് കൊടുക്കുക. അവർ വിചാരിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ടാക്സ് ഇവേഷൻ, GST ഇവേഷൻ കണ്ടെത്താനാകും.
GST വഴി നമ്മൾക്ക് വളരെ വരുമാനം ഉണ്ടാകേണ്ടതാണ്. അത് ഡോക്ടർ തോമസ് ഐസക് തൊട്ട് എല്ലാവരും പറഞ്ഞിരുന്നു, GST വന്നാൽ കേരളത്തിന്റെ നികുതി വരുമാനം വർദ്ധിക്കുമെന്ന്. അത് പറയാനുള്ള കാരണം എന്താണ്? പോപ്പുലേഷൻ വൈസ് ആയിട്ട് കേരളത്തിന്റെ പോപ്പുലേഷൻ ഇന്ത്യ പോപ്പുലേഷന്റെ ഇപ്പൊ 2.4% ഒക്കെ കാണൂ. അതേ സമയത്ത് നമ്മുടെ ഉപഭോക്തൃ നിലയിൽ ഇന്ത്യയുടെ ആകെ ഉപഭോഗത്തിന്റെ 11% വാങ്ങുന്നത്, കൺസ്യൂം ചെയ്യുന്നത് കേരളീയരാണ്. അപ്പോൾ GSTയുടെ പ്രത്യേകത എന്താണ്? ഡെസ്റ്റിനേഷൻ ടാക്സ് ആണ്. ഉപഭോക്താവിൽ നിന്നാണ് നികുതി പിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഉപഭോഗം നടക്കുന്ന സംസ്ഥാനത്ത് നിന്ന് നാച്ചുറലി കൂടുതൽ നികുതി കിട്ടണം, നികുതി വരുമാനം ഉണ്ടാകണം. അപ്പൊ അത് ഈ പറയപ്പെട്ട കമേഴ്ഷ്യൽ ഇന്റലിജൻസ് മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോയാൽ, ഇതുപോലെയുള്ള റെയ്ഡുകൾ നടത്തി, വേണ്ടിടത്തൊക്കെ റെയ്ഡുകൾ നടത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ പരിസ്ഥിതിയും സംരക്ഷിക്കപ്പെടും, ഖജനാവും നിറയും.